എന്താണ്? ആരിഫ് ഹുസൈൻ തീട്ടാണ് തിന്നുന്നത് ഞാൻ പറയുന്നത്. ആരിഫ് വിശ്വസിക്കുക? ആരും വിശ്വസിക്കില്ല. പക്ഷെ മുഹമ്മദ് നബി തീവ്രവാദി എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്ക് വിശ്വസിക്കാനുള്ള എല്ലാ വഴി ഇവിടെ ഉണ്ട്. எந்த ஒரு விஷயத்தையும் பிளான் பண்ணாம பண்ணா இப்படித்தான். பிளான் பண்ணி பண்ணணும். ஓகே. ഹലോ ഹലോ, മിസ്റ്റർ ആരിഫ് ഹുസൈൻ ആണോ? ആ, ആരാണ്? എന്റെ പേര് ആബിദ്. പക്ഷെ എന്നെ ഞാൻ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാ. വിശ്വാസിയുണ്ടോ? വിശ്വാസിയാണോ? വെറും വിശ്വാസിയല്ല, നല്ല അടിപൊളി വിശ്വാസി. ഓ ആണോ? അറകളഞ്ഞ വിശ്വാസി. വലതുകാൽ വെച്ച് വരും. എന്നാ നമുക്ക് തുടങ്ങാം. ജിഹാദിയാണ്. ജിഹാദ് എന്നുള്ള വേർഡിന്റെ മീൻസ് എന്താണ്? വേണ്ട, ഉരുളണ്ട പറലണ്ട. നിങ്ങൾ പറയൂ, എന്താണ് അതിന്റെ അർത്ഥം? ജിഹാദ് എന്ന വേർഡ്സിന്റെ മീന് ഇതാ സാർ, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം ചെയ്യുന്നവൻ. നീ ആള് കൊള്ളാമല്ലോടാ അപ്പക്കാളെ. ഈ ശരീരം കൊണ്ട് എങ്ങനെ സമർപ്പണം? ഹറാമായ ഒരു സദസ് പോവാ, നമ്മുടെ ശരീരം നമ്മൾ ത്യജിക്കലല്ല. അത് കൊള്ളാം, നന്നായിട്ടുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഒരു സുഖത്തെ ത്യജിക്കുന്നതിന് അതൊരു ത്യാഗമാണ്. അത് ജിഹാദാണ്. അത് ജിഹാദാണ്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മണ്ടന്മാരായാൽ അല്പമെങ്കിലും ബുദ്ധി വേണം. അത് വേണം. അതിവനില്ല. ഇപ്പൊ കപട വിശ്വാസികൾക്കും കാഫിറുകൾക്കും എതിരെ ജിഹാദ് ചെയ്യണമെന്ന് പറയുമ്പോ അതെന്ത് ജിഹാദാണ്? ആ പറഞ്ഞിരിക്കുന്ന ജിഹാദ് എന്താ? ഈ കാഫിർ മീൻസ് എന്താ അതിന്റെ ഡെഫിനിഷൻ? എനിക്ക് അറിയില്ല, ഒന്ന് പഠിപ്പിച്ചു തരുമോ? ചിലപ്പോ നല്ല കറകളഞ്ഞ വിശ്വാസിയാണെന്നല്ലേ പറഞ്ഞ, അപ്പൊ ഒന്ന് പഠിപ്പിച്ചാ. ഇനി നമുക്ക് വല്ല തെറ്റും പറ്റി ഇനിയിപ്പോ അങ്ങനെ വഴിതെറ്റി പോയതാണെങ്കിലോ? ഇപ്പൊ എന്താ പറഞ്ഞ? നിങ്ങൾക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ് നമ്മളെ തിരിച്ചു മതത്തിലേക്ക് കൊണ്ടുവരാൻ. ഈ കാഫിറുകളോട് ജിഹാദ് ചെയ്യണമെന്ന് പറയുന്നു, എന്താ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരും? അതായത് കാഫിർ എന്ന് പറഞ്ഞാൽ തന്നെ ദൈവത്തിൽ വിശ്വസിക്കാത്തവെന്നാണ് അർത്ഥം. ഏത് ദൈവത്തില്? അള്ളാഹുവിൽ വിശ്വസിക്കാത്തവെന്നാണ് അർത്ഥം കാഫിർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അവനോട് എന്തിനാ ജിഹാദ് ചെയ്യുന്നത്? അവരോട് ജിഹാദ് ചെയ്യുന്നത്, നിങ്ങളിപ്പോ ഞാനും നിങ്ങളും തമ്മിൽ ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നില്ലേ, ഇതൊരു ജിഹാദാണ്. ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ഞാൻ മനസ്സിലാക്കുക, ഞാൻ പറയുന്നത് നിങ്ങൾ ശരിയാണെന്ന് അത് മനസ്സിലാക്കുക. ഇതിലൊരു ജിഹാദാണ്. മനസ്സിലാക്കിയില്ലെങ്കിൽ ദീനുക്കും വലിയത് നിങ്ങൾക്ക് ഇത് പുറത്തുള്ളതിന്റെ എപ്പിടിത്താണ് മൂള വളർച്ച കുറവാ. അത് നസ്ഖ് ചെയ്ത ആയത്താണല്ലോ. അതിന് ശേഷം വേറൊരു ആയത്ത് വന്നിട്ടുണ്ടല്ലോ. അതിന് ഈ ആയത്ത് ഈ ആശയം നിലനിൽക്കുന്നില്ല ഇപ്പൊ. ഞാൻ ആരാ കേട്ടാ? അതിന് പകരം വേറൊരു ആയത്ത് വന്നിട്ടുണ്ട്. മരിച്ചാൽ ഐഡിയ പറയില്ലേ? ഈ നസ്ഖ് ചെയ്യാന്ന് പറഞ്ഞ എന്താ? നസ്ഖ് വെച്ചാൽ റദ്ദ് ചെയ്യുക. റദ്ദ് ചെയ്യാന്ന് പറഞ്ഞ എന്താണ്? റദ്ദ് വെച്ചാൽ ഒഴിവാക്കുക. അതെ അതെ. അപ്പൊ ഒരെണ്ണം ഉള്ളത് ഒഴിവാക്കിയിട്ട് വേറെണ്ണം കൊണ്ടുവരാന്നില്ലേ? ഇല്ല, ഞാൻ റദ്ദാക്കി. ഈ ആയത്ത് റദ്ദാക്കി ഞാൻ കണ്ടു. പിന്നെ ഇതെവിടാ റദ്ദാക്കി നിങ്ങൾ കണ്ടെത്തി? തഫ്സീറിലുണ്ടല്ലോ. ഏത് തഫ്സീറില്? അറിഞ്ഞൂടെ? ഏതൊക്കെ തഫ്സീർ നിങ്ങൾക്ക് അറിയാം? എന്താ ഷൈട്ട് പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. എല്ലാ തഫ്സീറും അറിയാം, ഒരുവിധ തഫ്സീറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ റദ്ദാക്കി. ഈ ആയത്ത് റദ്ദാക്കി ഞാൻ കണ്ടു. അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ അഭിപ്രായം പറയാൻ പോകുന്നത്? അപ്പൊ എന്താ പ്രശ്നം എന്നറിയാം ആരിഫ് ഹുസൈൻ? എന്താ? നിങ്ങൾക്ക് ഒരു അറിവ് നിങ്ങൾ സങ്കല്പിക്കുക. എന്ത് പ്രഹസനമാണ് സജി? സാങ്കല്പികമല്ലല്ലോ, ഇതുള്ള കാര്യല്ലേ? അല്ല, ഇതുള്ള കാര്യല്ലേ? മൈൻഡ് ബ്രോഡാക്കി. ഞാൻ ഒന്നും കൂടി മൈൻഡ് ബ്രോഡാക്കി വേറെ ചോദ്യം ചോദിക്കാം. അതിനും കൂടി എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? നിന്നെ ഞാൻ എവിടെ എത്തിക്കുന്നത് കാണിച്ചുതരാം. ഈ റദ്ദാക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിലുണ്ടോ? ഖുറാനില് ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടോ? ഖുറാനിലോ? ആയത്ത് റദ്ദാക്കിയില്ല. റദ്ദാക്കിയിട്ടുണ്ടല്ലോ. ലക്കും ദീനുക്കും വലിയ ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ, ഇതൊക്കെ റദ്ദാക്കിയ ആയത്തുകളാണ്. നിങ്ങൾക്ക് തഫ്സീർ നിങ്ങളൊന്നും വായിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലേ? നിങ്ങൾ തഫ്സീർ വായിച്ചിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലേ? നിങ്ങൾ ബ്രോഡ് മൈൻഡ് ആക്കും. എന്താ നേരത്തെ കത്തിച്ചിട്ടതിൽ ഒരു പടക്കം ഇപ്പോഴാ പൊട്ടി?
ഇതെന്താ നേരത്തെ പൊട്ടാത്തൊരു പടക്കണ്ട, അത് പൊട്ടിയതാ. ഇനി തലച്ചക്ര വലുതും ബാക്കി നിങ്ങൾ ലിമിറ്റഡ് ബുദ്ധിയിലുള്ളത് നിങ്ങൾക്ക് അറിയില്ല. നസ്ക് ചെയ്യാന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഇത് ദേവനാരായണജിയുടെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം. പൂരം തുടങ്ങാൻ ഇരിക്കുന്നതല്ലേ ഉള്ളൂ. ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കണമെങ്കിൽ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംവദിക്കണം. ശാസ്ത്രത്തിന്റെ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ഖുർആാനിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഖുർആാനിനെ കുറിച്ച് നല്ല അവകാശമുള്ള ആളുകളായിട്ട് സംവദിക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നസ്ക് നിങ്ങൾക്ക് അറിയില്ല. എല്ലാം കയ്യിൽ നിന്ന് പോകൂലോ ഈ തെണ്ടിക്കാരൻ. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക. നിങ്ങൾ ഇതേപോലുള്ള ഉദാഹരണം കൊണ്ടൊന്ന് വെറുതെ ഇസ്ലാമിനെ മൗലവിയും വീണ്ടും കരിവാരി തേക്കല്ലേ. തെളിവ് തന്നെയാ ഞങ്ങൾക്കും ആവശ്യം. അതാ പറയുന്നത്. അന്നൊന്ന് കാണിച്ചതാ. അന്നൊന്ന് കാണിച്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുഹമ്മദ് നബി തീവ്രവാദിയാണെന്നുള്ള തെളിവ്. ചേട്ടായി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആലോചിക്കാം. നീയും ആലോചിക്കേ. തെളിവ് എന്റെ കയ്യിലുണ്ട് മിസ്റ്റർ ആരിഫ് ഹുസൈൻ. അത് നിങ്ങൾ കാണിച്ചതാ. ഞാൻ മുഹമ്മദ് നബി തീവ്രവാദിയാണെന്നുള്ളതിന് തെളിവ് ഞാൻ കാണിച്ചു തരാം. എന്നോട് നിന്റെ വീടിന്റെ അടുത്തുള്ള അയ്മൂട്ടി പറഞ്ഞതാണ് ഇനി തിന്നുന്നുണ്ട്. ആണോ? ആ ശരി. എനിക്ക് മുഹമ്മദ് നബിയുടെ ഹദീസും ചരിത്രവും ഖുറാനും വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായതാണ്. നിന്റെ വീടിന്റെ അടുത്തുള്ള നിന്റെ വീടിന്റെ വലതു ഭാഗത്തുള്ള അയാളില്ലേ? വീടിന്റെ അടുത്തുള്ള വലതു ഭാഗത്തുള്ള അയാളില്ലേ? എന്റെ വീടിന്റെ വലതുഭാഗത്ത് ഒരു ഗ്രൗണ്ട് ആണല്ലോ, അവിടെ വീടില്ലല്ലോ സുഹൃത്തെ. ആ സുകുമാരൻ പറയുന്നുണ്ട് നീ തീട്ടാ തിന്നലെന്ന്. അവരടുത്ത് നീ പല പൈസയും കൊള്ളടിച്ചിട്ടുണ്ട്. നീ ഒരുപാട് ആളെ പൈസ പറ്റിച്ചിട്ടുണ്ട്. നീ ആൾക്കാരെ പറ്റിച്ചാണ് ജീവിക്കുന്നത്. അവർ പറയുന്നത് ഞാനത് വിശ്വസിക്കണോ ആരിഫ് ഹുസൈൻ? പക്ഷെ ഞാൻ എന്നെ അൽ അമീൻ ഞാൻ വിളിക്കാറ്. ഇതൊക്കെ ഞാൻ ചെയ്യെങ്കിൽ ഞാൻ കുറെ കൊള്ളയടിച്ചിട്ടുണ്ട്, ഗോത്രം കൊള്ളയടിച്ചിട്ടുണ്ട്, അതുപോലെ അടിമ പെണ്ണുങ്ങളെ പൂശിയിട്ടുണ്ട്, ഭാര്യയെ വാഞ്ചിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്നെ അൽ അമീൻ എന്നാണ് ഞാൻ വിളിക്കാറ്. ഓക്കെ, ചെല്ല്. നോമ്പ് തുറക്കേണ്ട നേരായി. ഓക്കെ, ഈ ഫോൺ ഞാൻ ചെയ്യുന്നത് വരെ അല്ലേ, സത്യം പറ, ഞാൻ ഏത് വിമർശകരെ അംഗീകരിക്കുന്ന ആളാ. ഞാൻ ഈ ഫോൺ ചെയ്യുന്നത് വരെ ഞാൻ നിങ്ങളെ കുറിച്ച് ഇയാളുമായിട്ടും സംസാരിച്ച് നോക്കാം. എന്തായാലും പറഞ്ഞു ഒരണുമണി തൂക്കം മിസ്കാലുണ്ട്. 2 മണി തൂക്കം നിങ്ങൾക്ക് എന്തില്ല ക്വാളിറ്റി ഇല്ല കേട്ടോ. ഇതെങ്ങനെയുണ്ട്? നിന്റെ ബുദ്ധി ഭയങ്കരമാണല്ലോ, സംഗതി സൂപ്പർ ആയിട്ടുണ്ട്. അതെ അതെ, അത് അടിമയെ പൂശാനൊക്കെ ഒരു ക്വാളിറ്റി വേണം. അതെനിക്കില്ല. അടിമയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഗോത്രം കൊള്ളയടിക്കാനുള്ള ക്വാളിറ്റി എനിക്കില്ല. സ്വന്തം ഭാര്യയുടെ കട്ടിലിട്ട് മാരീതൽ കിബിത്തിയെ പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ചെറുത് ഇനി എന്തൊക്കെ സർപ്രൈസുകൾ ശോഭ കാണാതിരിക്കുന്നു. തുണി പൊക്കി നോക്കിയിട്ട് രോമം മുളച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് തല വെട്ടാനുള്ള ക്വാളിറ്റി എനിക്കില്ല. 6 വയസ്സുകാരിയെ കെട്ടി പൂശാനുള്ള ക്വാളിറ്റി എനിക്കില്ല. ഓക്കെ, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. കോയന്ന് ചെല്ല് നോമ്പ് തുറക്ക്. എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, കട്ട് ചെയ്തിട്ട് മതിയായില്ലേ? ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ சூப்பாகும். பாஸ்ட்டை பற்றி அடிக்கடி பேசணும்னா அதில் ஏதாவது ஒரு நல்லது இருக்கணும். எனக்கு அந்த மாதிரி எதுவும் இல்லை. என்னோட பாஸ்ட்ல நான் தெரிஞ்சோ தெரியாமலோ நிறைய தப்பு பண்ணியிருக்கேன். அதை திருத்திக்கிறதுக்கு கடைசி சான்ஸ் தான் இந்த கோயா காலிங்.